ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഭവാടവി വർണ്ണനം തുടരുകയാണ്. 14-ാമത്തെ ശ്ലോകം. താൻ താൻ താൻസ്താൻ വിപന്നാൻ സഹി തത്ര തത്ര വിഹായ ജാതം പരിഗൃഹ്യ സാർത്ഥഃ ആവർത്തത്തെ അദ്യാപി ന കശ്ചിത് അത്ര വീരാ അധ്വനഃ വീരാധ്വന പാരം ഉപൈതി യോഗം. തത്ര തത്ര ഹി അവിടവിടെ വെച്ച് വിപന്നാൻ ചത്തുപോയ താൻ താൻ ഓരോരുത്തരെയും വിഹായ കൈവിട്ട് ബാക്കിയുള്ളവരെ, അതാണ് ജാതം, ബാക്കി ആരാണോ ഉണ്ടാകുന്നത് അവരെയും പരിഗൃഹ്യ കൂട്ടിക്കൊണ്ട് സഞ്ചരിക്കുന്ന സഹ സാർത്ഥഃ ആ വണിക് സംഘം അദ്യാവി ഇപ്പോഴും ന ആവർത്തതേ അവർ വന്നിടത്തേക്ക് തിരിച്ചെത്തുന്നില്ല. ഹേ വീര, അത്ര ഈ സംഘത്തിൽ കശ്ചിത് ഒരാൾക്ക് പോലും അധ്വനഃ വഴിയുടെ പാരം അറ്റത്തേക്കുള്ള യോഗം ഉപായത്തെ ന അപൈതി അറിയുന്നില്ല, അല്ലെങ്കിൽ അറ്റത്തേക്കുള്ള ഉപായത്തെ പ്രാപിക്കുന്നില്ല. ഈ വണിക്കുകളുടെ സംഘത്തിൽ മരിച്ചു പോകുന്നവരെ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു, പുതുതായി വരുന്നവരെ കൂടെ ചേർക്കുന്നു. എന്നാൽ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്താതെയും പുറപ്പെട്ടിടത്ത് മടങ്ങിയെത്താതെയും ആ യാത്ര അങ്ങനെ തുടരുക തന്നെ ചെയ്യുന്നു. ഈ ലോകത്ത് ഏറ്റവും വലിയ ശക്തിമാൻ അവനവന്റെ മനസ്സിനെ ജയിക്കുന്നവനാണ്. എന്നാൽ അതുമാത്രമാണ് ആർക്കും സാധിക്കാത്തതും. 15-ാമത്തെ ശ്ലോകം. മനസ്വിനഃ നിർജിത ദിഗ്ഗജേന്ദ്ര മമ ഇതി സർവേ ഭുവി ബദ്ധവൈരാഹ മൃധേ ചൈരൻ നതു തദ് വ്രജന്തി യത് ന്യസ്തദണ്ഡോ ഗതവൈരഃ അഭിയാതി. നിർജിത ദിഗ്ഗജേന്ദ്രാഹ ഈ ദിക്കുകളെ പാലിക്കുന്ന ശക്തരായ ഗജങ്ങളെ ചിലപ്പോൾ ചിലർ ജയിച്ചേക്കാം. അങ്ങനെയുള്ള മനസ്വിനഃ കരുത്തന്മാരായ സർവേ എല്ലാവരും ഭുവി ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മമ ഇതി എൻ്റേത് എന്ന അഭിമാനബോധം ഉണ്ടാകുന്നത്. ഭൂമി എന്നതുകൊണ്ട് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ വന്ന് ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ എന്നൊരു അഭിമാനബോധം വരുന്നത് കൊണ്ടാണ് പരസ്പരം ബദ്ധവൈരാഹ അന്യോന്യം വൈരം സംഭവിക്കുന്നത്, പരസ്പരം ദ്വേഷിക്കുന്നത്. അങ്ങനെ ആ മൃധേ യുദ്ധത്തിൽ ശരീരൻ വീണുകിടന്നേക്കും. അതേസമയം മനസ്സിനെ ജയിച്ച ഗതവൈരഹ ഉള്ളിൽ ആരോടും ഒരു ദ്വേഷവും ഇല്ലാത്ത ന്യസ്തദണ്ഡഃ തൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഒന്നും സൂക്ഷിച്ചു വെക്കാത്ത ഒരു സന്യാസി യത് അഭിയാതി യാതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്, ആ സംസാര സാഗരത്തിൽ നിന്നുള്ള മുക്തിയെ, വിഷ്ണുലോകത്തെ ശിവലോകത്തെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ആ സ്ഥാനത്തെ തതുതു ആയതിലേക്ക് ന വ്രജന്തി ആരും എത്തിച്ചേരുന്നില്ല. ഈ മമതാബന്ധം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കെട്ടിയിടുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ പരസ്പരം വെട്ടിക്കീറുന്നു, കൊല്ലുന്നു, ചതിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സ്വയം ഇവിടെ മരിച്ചു വീഴുന്നു, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നശിക്കുന്നു. അതേസമയം മനസ്സിനെ ജയിക്കുന്നവനാണ് ശരിയായ ചക്രവർത്തി. അങ്ങനെ ജയിക്കുന്നവർക്കുള്ളതാണ് വൈകുണ്ഠം. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള ആ മാർഗത്തിൽ പോലും പലരും, അങ്ങനെ ഒരു മാർഗം ഉണ്ടെന്ന് പോലും പലരും അറിയുന്നില്ല. 16-ാമത്തെ ശ്ലോകം. പ്രസജ്ജതി ക്വാപി
ലതാഭുജാശ്രയഃ തദാശ്രയ അവ്യക്തപദ ദ്വിജസ്പൃഹഃ ക്വചിത് കദാചിത് ഹരിചക്രതഃ ത്രസൻ കദാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിധത്തെ ഭഗകങ്കഗൃധ്രൈഃ. ക്വാപി ഇടക്ക് ലതാഭുജാശ്രയഃ, ലത വള്ളിച്ചെടികളുടെ ഭുജങ്ങൾ എന്നാൽ ചില്ലകളെ അവലംബിച്ച് ആ ചില്ലകളിൽ ചേക്കേറിയിരിക്കുന്ന തദാശ്രയം അവകളിൽ കേറിക്കൂടി അവ്യക്തപദം അസ്പഷ്ടമായ അക്ഷരത്തിൽ കളകൂജനം നടത്തുന്ന ദ്വിജസ്പൃഹഃ പറവകളോട് പറവകളിൽ ആകൃഷ്ടരാകുന്നു. ആ പക്ഷികളുടെ കളകൂജനങ്ങളിൽ പ്രസജ്ജതി ആസക്തരായി തീരുന്നു. അതേസമയം ഇവിടെ ഇതൊരു സുഖമാണെങ്കിൽ ക്വചിത് ഇടക്ക് കദാചിത് ചിലയിടത്ത് ഹരിചക്രതഃ, ഇവിടെ ഹരി എന്നതുകൊണ്ട് സിംഹം, സിംഹസമൂഹത്തിൽ നിന്ന് ത്രസൻ ഭയം പൂണ്ടുകൊണ്ട് ഭഗ കങ്ക ഗൃധ്രൈഹി, ഭഗം എന്നാൽ കൊറ്റി, കങ്കം ഒരു പ്രത്യേകതരം പക്ഷിയാണ്, ഗൃധ്രം എന്നാൽ കഴുകൻ. ഈ പക്ഷികളോടുകൂടി സഖ്യം വിധത്തെ ചങ്ങാത്തം ഉണ്ടാക്കി വെക്കുന്നു. ഒരു ഭാഗത്ത് ലതകളിൽ ചേക്കേറുന്ന പക്ഷികളുടെ കളകൂജനം കേട്ട് ആസ്വദിച്ച് അങ്ങനെ മതിമറന്നിരിക്കുന്നു. എന്നാൽ ചില സമയത്ത് സിംഹത്തെ പേടിച്ച് പകരം ചങ്ങാത്തം കൂടുന്നത് ഈ ഭഗം, കൊച്ചി, കഴുകൻ തുടങ്ങിയ പക്ഷികളുമായിട്ടായിരിക്കും. ഇങ്ങനെ പക്ഷികളെ ആശ്രയിച്ച് കുറച്ചുനാൾ കഴിയുമ്പോഴായിരിക്കും അവിടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എന്തു ചെയ്യുന്നു? 17ാമത്തെ ശ്ലോകം. തൈഹി വഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചയൻ ശീലം ഉപൈതി വാനരാൻ തജ്ജാതി രാസേന സുനിർവൃതേന്ദ്രിയഃ പരസ്പര ഉദ്വീക്ഷണ വിസ്മൃത അവധിഃ. തൈഹി ഈ പക്ഷികളാൽ വഞ്ചിതനായിട്ട് തനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കി വീണ്ടും ഹംസകുലം നല്ലവരുടെ അടുത്തേക്ക് എന്ന രീതിയിൽ ഹംസങ്ങളുടെ സംഘത്തിലേക്ക് സമാവിശൻ വന്നു ചേരുന്നു. പക്ഷേ ആ ഹംസങ്ങളുടെ ശീലങ്ങളുമായിട്ട്, ഈ നല്ല ശീലങ്ങളുമായിട്ട് പെട്ടെന്ന് ഒത്തിണങ്ങാൻ ഇവർക്ക് പറ്റുന്നില്ല. അതാണ് ആ ശീലത്തെ അരോചയൻ, മനസ്സിന് ഇണങ്ങാതെ, ശീലവുമായിട്ട് പൊരുത്തപ്പെടാതെ വീണ്ടും അവിടെ നിന്ന് പോയിട്ട് വാനരൻ, മനസ്സിന് ചാപല്യമുള്ള കുരങ്ങന്മാരെ ഉപൈതി, അവരുമായി ചങ്ങാത്തം കൂടുന്നു. അങ്ങനെ അവരുടെ ജീവിതമാണ് രസമെന്ന് ചിന്തിക്കുന്നു. കാരണം അവർ തോന്നുംപടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ തജ്ജാതി രാസേന, ആ വാനരക്കൂട്ടത്തിലെ രതിക്രീഡകൾ കൊണ്ടൊക്കെ സുനിർവൃത ഇന്ദ്രിയ സംതൃപ്തി നേടിക്കൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ഈ സുഖം എന്തേ ഞാൻ മുന്നേ അറിഞ്ഞില്ല എന്ന രീതിയിൽ അതിൽ തന്നെ വീണ്ടും വീണ്ടും മുഴുകുന്നു. അങ്ങനെ പരസ്പരോദ്വീക്ഷണം, അന്യോന്യ വീക്ഷണത്താൽ വിസ്മൃത അവധിഹി, താൻ ഈ ലോകത്തു നിന്ന്, അതായത് ഈ കാട്ടിൽ നിന്നും പുറത്തു കടക്കേണ്ടവനാണെന്ന തോന്നലേ ഇല്ലാതെ അതിലങ്ങ് രസിച്ചു കഴിയുകയാണ്. പക്ഷികളിൽ നിന്ന് പിന്നീട് ആശ്രയിക്കുന്നത് ഹംസത്തെയാണ്. അവിടെ നല്ല രീതിയിൽ നിൽക്കാമായിരുന്നു, പക്ഷേ അവരുടെ നല്ല ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ മനസ്സിന് സാധിക്കുന്നില്ല. അങ്ങനെ മനസ്സിന് ചാപല്യമുള്ള കുരങ്ങന്മാരെ ആശ്രയിക്കുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ജീവിതത്തിന് ഇത്രയും രസമുണ്ട് എന്ന്. അങ്ങനെ പരസ്പരം രസിച്ചും രസിപ്പിച്ചുമൊക്കെ ജീവിതത്തിന്റെ ആയുസ് പോകുന്നത്, ആയുസ് തീരുന്നത് അറിയുന്നേയില്ല. 18ാമത്തെ ശ്ലോകം. ദ്രുമേഷു രംസ്യൻ സുതദാരവത്സലോ വ്യവായദീനോ വിവശഃ സ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്ദരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജഭീത ആസ്ഥിതഃ. ഇങ്ങനെ ആ കുരങ്ങന്മാരുമായി സഖ്യം ചെയ്ത് അവരുടെ കൂടെ ജീവിക്കുന്നു. ദ്രുമേഷു മരങ്ങൾക്ക് കീഴെ രംസ്യൻ രമിച്ചുകൊണ്ട്, സുതദാരവത്സലഃ പുത്രന്മാരിലും പത്നിയിലും സ്നേഹത്തോടു കൂടിയവനായി, വ്യവായദീനഃ
സ്ത്രീ സംഘത്താൽ കൃപണനായി സ്വബന്ധനെ തൻ്റെ ബന്ധനമുക്തിയിൽ വിവശഃ അശക്തനായിട്ട് ക്വചിത് ചില നേരത്ത് പ്രമാദാത് അശ്രദ്ധ കൊണ്ട് ഗിരികന്ധരെ മലയിടുക്കിൽ പതിച്ച് അവിടെ അപ്പോഴതാ വലിയൊരു ആന ഗജഭീതഃ ആനയെ കണ്ട് പേടിച്ച് വല്ലീം ഗൃഹീത്വ ഒരു വള്ളിയിൽ പിടിച്ച് തൂങ്ങി ആസ്ഥിതഃ നിൽക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പരസ്പരം ഒരു ബന്ധമില്ലാത്തതുപോലെ തോന്നും. കാരണം ഇതൊന്നും ശരിയായൊരു കഥയല്ല, കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള ഒരു വഴി മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇത് എടുക്കണം. സ്ത്രീ സംഘം നിമിത്തം അവശനായും തനിക്ക് വന്നു ചേർന്ന ബന്ധനത്തെക്കുറിച്ച് ഇടക്കൊന്ന് ബോധവാനായാൽ പോലും പക്ഷെ അതിൽ നിന്ന് മുക്തനാകാൻ തനിക്ക് കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുന്നു. പെട്ടെന്ന് ജാഗ്രത കുറവ് കൊണ്ട് ഒരു മലയിടുക്കിൽ വീഴുന്നു. അവിടെയാകട്ടെ ആനകളെ കണ്ട് ഭയന്ന് വള്ളികളിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നു. 19ാമത്തെ ശ്ലോകം. അതഃ കഥഞ്ചിത് സഹ വിമുക്ത ആപദഃ പുനഃ ച സാർത്ഥം പ്രവിശ്യതി അരിന്ദമ അധ്വനി അമുഷ്മിൻ അജയാ നിവേശിതോ ഭ്രമൻ ജനഃ അദ്യാപി ന വേദ കശ്ചന. ഹേ അരിന്ദമ, ശത്രുക്കളെ നശിപ്പിക്കുന്നല്ലയോ രാജാവേ, ഇങ്ങനെ മലയിടുക്കിലൊക്കെ വീണ് ആനയെ കണ്ട് പേടിക്കുന്ന സഹ അവൻ കഥഞ്ചിത് ഏതെങ്കിലും ഒരു വിധത്തിൽ ആ ആപത്തിൽ നിന്ന് അതഹ ആപതഹ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ വിമുക്തനാണെങ്കിൽ പോലും പുനഃ ച വീണ്ടും ഇതേ സാർത്ഥം യാത്രിക സംഘത്തിലേക്ക് പ്രവിശതി വന്നു ചേരുന്നു. ഇങ്ങനെ ആ വണിക് സംഘത്തിന്റെ കൂടെ വീണ്ടും അമുഷ്മിൻ അധ്വനി ഈ സംസാരമാകുന്ന അരണ്യമാർഗത്തിൽ അജയാ നിവേശിതഃ മായയാൽ കൊണ്ടുവിടപ്പെട്ട് ഭ്രമൻ വീണ്ടും വട്ടം തിരിയുന്ന കശ്ചന ജനഃ ഒരാള് പോലും ഈ കാട്ടിൽ നിന്നെങ്ങനെ പുറത്തു കടക്കാം, തസ്യ പാരം അതിൻ്റെ അറ്റത്തേക്ക് അതിനുള്ള ഒരു വഴി അദ്യാപി നവേദ ഒരിക്കലും ഇന്നും അറിയുന്നില്ല. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. ആ കാട്ടിൽ എങ്ങനെ സുഖിച്ചു കഴിയാം എന്നാണ് ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു വഴി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു കടങ്കഥ പോലെ ഭവാടവിയെ പറ്റി പറഞ്ഞിട്ട് രാജാവിനോട് പറയുകയാണ്, നിങ്ങളും ഈ കൂട്ടത്തിൽ ഒരാളാണ്. അതാണ് 20ാമത്തെ ശ്ലോകം. രഹൂഗണ ത്വം അപി ഹി അധ്വനഃ അസ്യ സന്യസ്തദണ്ഡഃ കൃതഭൂതമൈത്രഃ അസഞ്ചിതാത്മാ ഹരിസേവയാ ശിതം ജ്ഞാനാസിം ആദായ തരാതി പാരം. ഹേ രഹൂഗണ ത്വമപി അങ്ങും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ ആളുകളെ പോലെ ഒരാളാണ്. ഹി ആകയാൽ സന്യസ്തദണ്ഡഃ ഈ ദണ്ഡനീതിയെ ഈ രാജാവാണെന്ന ബോധത്തെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം. പുറമേക്ക് ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ടും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കൃതഭൂത മൈത്രഃ സർവജീവജാലങ്ങളെയും ഒരേപോലെ കാണാനുള്ള മനസ്സ് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വിശാലമായ മനസ്ഥിതി വരേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴും വിശ്വാസികൾക്കില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് നാമം ജപിച്ചാൽ മതി, സ്തോത്രം ജപിച്ചാൽ മതി, ഇങ്ങനെ കുറേ സത്സംഗങ്ങൾ കേട്ടാൽ മതി എന്നൊക്കെയാണ്. അതൊക്കെ വേണം. പക്ഷേ അതിൻ്റെ ഒക്കെ ലക്ഷ്യം ഇതാണ്, ഹൃദയത്തെ വിശാലമാക്കുക, ഇവിടെയെല്ലാം ഈശ്വരനാണെന്ന ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക. അത് മാത്രം ഒരു സാധനയായി സ്വീകരിച്ചാൽ തന്നെ ജീവിതത്തിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. ഇങ്ങനെ മൈത്രീഭാവം സ്വീകരിച്ച് അസഞ്ചിതാത്മ ഒന്നിനോടും ആസക്തിയില്ലാത്ത മനസ്സോടെ
ഹരിസേവയാ, നിരന്തരം ഭഗവാനെ സ്മരിക്കുക എന്ന ആ ഭജനത്താൽ ക്ഷിതം മൂർച്ച കൂടി വന്ന ജ്ഞാന അസി, ജ്ഞാനമാകുന്ന വാൾ ആദായ എടുത്ത് അസ്യ അധ്വനഃ, ഈ സംസാര വനമാർഗത്തിൻ്റെ പാരം അതിതര, അപ്പുറത്തേക്ക് കടന്നു ചെല്ലൂ. അപ്പോൾ ഈശ്വര ഭജനമാകുന്ന ആ ഹരിസേവ കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം, ലക്ഷ്യം എന്നത് ഉള്ളിൽ ജ്ഞാനം വളർത്തുക എന്നതാണ്. എന്തൊക്കെയാണ് ഈ ജ്ഞാനം? ഈ ലോകം നശ്വരമാണ്. നശ്വരമായ ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്കൊരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല. അങ്ങനെ അന്വേഷിക്കുന്നവൻ മൂഢനാണ്. അതുകൊണ്ട് ആദ്യം തിരിച്ചറിയേണ്ടത്, ഈ ലോകം ഈ സത്യമല്ല എന്ന് പറയാൻ കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്നൊന്നും സ്ഥിരമായി ലഭിക്കില്ല. അതാണ്. അതുകൊണ്ട് ഈ ലോകം ഇല്ല എന്ന് കാണുന്ന രീതിയിൽ മനസ്സിനെ മാറ്റേണ്ടതില്ല. മറിച്ച് ഈ ലോകത്തൊന്നും സ്ഥിരമല്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ ആശ്രയിക്കുന്നത് പതുക്കെ കുറച്ചു കൊണ്ടുവരും. ഇങ്ങനെ കുറച്ചു കൊണ്ടുവരണമെങ്കിൽ മനസ്സിനെ ആശ്രയിക്കാൻ ഒരു കാര്യം കൂടെ കൊടുക്കണം, ഒരു സ്ഥാനം കൊടുക്കണം. അതാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ടും ഭഗവാനെ കുറിച്ച് അറിഞ്ഞും മനനം ചെയ്തുമൊക്കെ ഭഗവാനിൽ മനസ്സുറപ്പിക്കുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉള്ളിലുണരുന്ന ജ്ഞാനം, ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ കാടിനെ വെട്ടിത്തെളിക്കുക. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലൂ രാജാവേ. ഇത്രയും കേട്ടിട്ട് രാജാവ് പറയുകയാണ്. രാജോവാച, 21-ാമത്തെ ശ്ലോകം. അഹോ നൃജന്മ അഖില ജന്മ ശോഭനം കിം ജന്മഭിഹി തു അപരൈഹി അപി അമുഷ്മിൻ ന യത് ഹൃഷീകേശ യശകൃതാത്മനാം മഹാത്മനാം വഹ് പ്രചുര സമാഗമഃ. ഇപ്പോഴാണ് രഘുഗണ രാജാവിന് ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അഹോ ആശ്ചര്യം, നൃജന്മ, ഈ മനുഷ്യജന്മം അഖില ജന്മ, മറ്റെല്ലാ ജന്മങ്ങളെക്കാളും ശോഭനം, ശ്രേയസ്കരമാകുന്നു. എന്തിനു പറയുന്നു? ശ്രേഷ്ഠമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ദേവലോകത്ത് പോലും, അമുഷ്മിൻ തു, ആ ദേവലോകങ്ങളിൽ പോലും, അല്ലെങ്കിൽ അതിലും മുകളിലുള്ള ലോകങ്ങളിലൊന്നും തന്നെ, അപരൈഹി, ഈ ദേവാദികളായ മറ്റ് ജന്മഭിഹി അപി, ജന്മങ്ങൾ ലഭിച്ചിട്ട് കിം, എന്ത് കാര്യമാണുള്ളത്? അവർക്കൊന്നും ഇത്തരത്തിലുള്ള സത്സംഗം കിട്ടുന്നില്ലല്ലോ. അവർക്കൊക്കെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുന്നതിനാൽ അവർ സുഭിക്ഷയോടെ ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കുന്നു. പക്ഷേ അവർക്ക് തൃപ്തി ഉണ്ടോ എന്ന് സംശയമാണ്. യത്, എന്തെന്നാൽ അവിടെ അത്തരം ലോകങ്ങളിൽ ഋഷികേശ, ഭഗവാൻ ശ്രീഹരിയുടെ യശകൃതാത്മനാം, കീർത്തിഗാഥാശ്രവണാദിയിൽ സംസ്കൃത ചിത്തന്മാരും മഹാത്മനാം, മഹാത്മാക്കളുമായ വഹ, അങ്ങയെപ്പോലുള്ള അവധൂതന്മാരുടെ സമാഗമഃ, സമ്പർക്കം ന പ്രചുരഃ, സുലഭമല്ലല്ലോ. ഈ ഭൂമിയിലെ ജീവിതം ശ്രേഷ്ഠമാകുന്നത് അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ സംഘം ലഭിക്കുമ്പോഴാണ്. അങ്ങനെ ലഭിക്കുന്ന ആ പുണ്യം, ആ ഒരു ഭാഗ്യം വേറെ ഏത് ലോകത്തുള്ളവർക്കാണ് ലഭിക്കുക? ഏതാനും നേരത്തെ സത്സംഗം കൊണ്ട് തന്നെ തനിക്ക് വന്നിട്ടുള്ള മാനസികമായ വ്യത്യാസത്തെക്കുറിച്ച്, തൻ്റെ മാനസികമായ നിലയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് രാജാവ് മനസ്സിലാക്കുകയാണ്. അതിലുള്ള സന്തോഷമാണ് പങ്കുവെക്കുന്നത്. 22-ാമത്തെ ശ്ലോകം. നഹി അദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭിഃ ഹതാംഭസോ ഭക്തിഃ അധോക്ഷജേ അമലാ മൗഹൂർത്തികാത് യസ്യ സമാഗമാത് ച മേ ദുസ്തർക്കമൂലഃ അപഹതഃ അവിവേകഃ. ത്വച്ചരണാബ്ജരേണുഭിഃ, അവിടുത്തെ തൃപ്പാദപത്മ പരാഗങ്ങളാൽ ഹതാംസഃ, പാപം നശിച്ചിരിക്കുന്നവന് ഉറപ്പായും
അധോക്ഷജേ ഭഗവാൻ ശ്രീഹരിയിൽ അമലാഭക്തി, വിശുദ്ധമായ ഭക്തി ഉണ്ടാകുന്നു. ഇതിൽ അത്ഭുതം നഹി, ഒരാശ്ചര്യവും തോന്നേണ്ടതില്ല. കാരണം അങ്ങയുടെ ആ സമാഗമത്തിൽ നിന്ന് തന്നെ ഹൃദയം ശുദ്ധിയാകുന്നു. ഹൃദയം ശുദ്ധിയായാൽ ആ നിമിഷം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. യസ്യ, യാതൊരു ഭവാന്റെ മൗഹൂർത്തികാത്, വളരെ കുറച്ച് സമയത്തോളം മാത്രമുണ്ടായ സമാഗമാച്ച ആ സാമീപ്യ സമ്പർക്കത്താൽ പോലും ദുസ്തർക്കമൂലഹ, ഒരുപാട് യുക്തിവാദ ചിന്തകളാൽ മനസ്സ് കലുഷമായിരുന്ന മേ അവിവേകഃ, എൻ്റെ വിവേകമില്ലായ്മ അപഹതഃ, അകറ്റപ്പെട്ടിരിക്കുന്നു. മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തി അനുഭവപ്പെടുന്നു. ഉള്ളിൽ ഭഗവാൻ നിറയുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം അങ്ങയുമായുള്ള ഏതാനും നിമിഷത്തെ ഈ സത്സംഗം കൊണ്ടാണല്ലോ എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇനി രാജാവ് എല്ലാവരെയും നമസ്കരിക്കുകയാണ്. കാരണം ഇതിലാരാണ് അവധൂതൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവധൂതൻ എന്ന് വെച്ചാൽ മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുന്നത് ആരാണ് ശരിക്കും എന്ന് ഒരിക്കലും ഒരാളുടെ ബാഹ്യമായ ചേഷ്ടകളോ അവരുടെ വസ്ത്രധാരണമോ ഇനി നെറ്റിയിലുള്ള കുറിയോ ജപമാലയോ ഇതൊന്നും കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. യഥാർത്ഥ യോഗികൾ ഒരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നതിനുമൊക്കെ അപ്പുറത്തുള്ള വേഷവിധാനത്തിലായിരിക്കും. 23-ാമത്തെ ശ്ലോകം. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവട്ടുഭ്യഃ യേ ബ്രാഹ്മണ ഗാം അവധൂതലിംഗാഃ ചരന്തി തേഭ്യഃ ശിവം അസ്തു രാജ്ഞാം. മഹദ്ഭ്യഃ, മഹാന്മാർക്കേവർക്കും നമോസ്തു, നമസ്കാരം ഭവിക്കട്ടെ. ശിശുഭ്യഃ, കുട്ടികൾക്കെല്ലാം നമഃ, നമസ്കാരം. യുവഭ്യഃ, എല്ലാ യുവാക്കന്മാർക്കും എൻ്റെ നമഃ, നമസ്കാരം. ആവടുഭ്യഃ, മറ്റുള്ളവരുടെ മുൻപിൽ പല രീതിയിലുള്ള ലൗകിക വിഷയങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും എന്നാൽ ഉള്ളിൽ അനന്തമായ ആ ശാന്തിയെ അനുഭവിക്കുകയും ചെയ്യുന്ന സകല കുമാരന്മാർക്കും നമഃ, നമസ്കാരം. യേ ബ്രാഹ്മണാഃ, യാവ ചില ബ്രഹ്മജ്ഞന്മാർ അവധൂതലിംഗാഃ, അവധൂത വേഷധാരികളായി ഗാം ചരന്തി, ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നുവോ തേഭ്യഃ നമഃ, അവർക്കെല്ലാം നമസ്കാരം. രാജ്ഞാം ശിവമസ്തു, രാജാക്കന്മാർക്ക് മംഗളമുണ്ടാകട്ടെ. എല്ലാവരെയും ആ ചൈതന്യമായി നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു മാനസിക തലത്തിലേക്ക് താൻ എത്തപ്പെട്ടു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം എന്ന് രഘൂഗണ രാജാവ് പറഞ്ഞത്. ഇനി വീണ്ടും ശുഗബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുന്നു. 24-ാമത്തെ ശ്ലോകം. ഇതി ഏവം ഉത്തരാമാത സവൈ ബ്രഹ്മർഷി സുത സിന്ധുപതയ ആത്മതത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയാ ഉപദിശ്യ രഘൂഗണേന സകരുണം അഭിവന്ദിത ചരണ ആപൂർണ അർണവ ഇവ നിഭൃതകരണ ഉർമ്യാശയോ ധരണിം ഇമാം വിചചാര. ഹേ ഉത്തരാമാതഃ, ഉത്തര അമ്മയായിട്ടുള്ള അല്ലയോ പരീക്ഷിത്തെ, പരാനുഭാവഃ സഹ ബ്രഹ്മർഷിസുതഃ, മഹാപ്രഭാവനായ ആ ബ്രഹ്മർഷിപുത്രൻ വിഗണയതഃ, ആദ്യം തന്നെ തികച്ചും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്ത സിന്ധുപതയേ വൈ, ആ സിന്ധുരാജാവിന് തന്നെ ഇതി ഏവം, ഇപ്രകാരമുള്ള ആത്മതത്വം, ആത്മതത്വത്തെ പരമകാരുണികതയാ, ഇവിടെ ആ കാരുണ്യഭാവത്തെ എടുത്തു കാണിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് തന്നെ അവഗണിച്ചിട്ട് പോലും ആ അവഗണന അദ്ദേഹത്തിൻ്റെ അജ്ഞാനം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ ആളെ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാക്കാൻ ശ്രമിക്കുക.
അതിൽ പരം ഒരു കാരുണ്യം മറ്റൊരു ഗുരുവിനും കൊടുക്കാനില്ല. അജ്ഞാനം എന്നത് ഒരു രോഗാവസ്ഥയാണ്. ആ രോഗത്തിനുള്ള മരുന്നാണ് ആത്മതത്വോപദേശം. അങ്ങനെ ഉപദിശ്യ കൊടുത്തിട്ട് തന്നിൽ ഇത്രയധികം കാരുണ്യം ചൊരിഞ്ഞല്ലോ എന്നതിനാൽ വിവശനായ ആ രഹൂഗണേന സകരുണം, ഉള്ളിൽ നിറഞ്ഞ ആ കരുണാഭാവത്താൽ സന്തോഷാധിക്യത്താൽ അഭിവന്ദിത ചരണഃ, ആ ജഡഭരതൻ വീണ്ടും വീണ്ടും വന്ദിക്കപ്പെട്ടു. എന്നാൽ താൻ അവഗണിക്കപ്പെട്ടപ്പോഴും ഇപ്പോൾ രഹൂഗണനാൽ വന്ദിക്കപ്പെട്ടപ്പോഴും രണ്ട് സമയത്തും ജഡഭരതന്റെ ഭാവം ഒന്ന് തന്നെയായിരുന്നു. കാരണം അദ്ദേഹം ആപൂർണ അർണവഹ, നിറഞ്ഞിരിക്കുന്ന സമുദ്രം പോലെ ശാന്തനാണ്. നിഭൃത കരണ ഉർമി ആശയ, ഉർമി എന്നാൽ ആ തിരമാല, അന്തഃക്കരണ വൃത്തികളാകുന്ന നിഭൃതകരണം, അന്തഃക്കരണ വൃത്തികളാകുന്ന തിരമാലകളൊക്കെ അടങ്ങിയ അങ്ങനെയുള്ള ആശയം. എന്നാൽ ശുദ്ധ ഹൃദയത്തോടുകൂടിയ ആ ജഡഭരതന് മറ്റുള്ളവർ അപമാനിച്ചാലെന്ത് വന്ദിച്ചാലെന്ത് രണ്ടും ഒരുപോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതെ വീണ്ടും ആ സ്ഥാനം വിട്ട് ഇമാം ധരണിം, ഈ ഭൂതലം മുഴുവനും വിചചാര, സഞ്ചരിച്ചു. ഒരു മഹാത്മാവ് എങ്ങനെ ആയിരിക്കണം എന്ന ദൃഷ്ടാന്തത്തോടുകൂടി ജഡഭരതനും രഹൂഗണനുമായിട്ടുള്ള ആ സമാഗമം അവിടെ അവസാനിച്ചു എന്ന് ശുകബ്രഹ്മശ്രീ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് രഹൂഗണന്റെ അവസ്ഥയെ പറയുകയാണ്. 25-ാമത്തെ ശ്ലോകം. സൗവീരപതിഹി അപി സുജന സമവഗത പരമാത്മ സതത്വ ആത്മനി അവിദ്യ അധ്യാരോപിതാം ദേഹാത്മമതിം വിസസർജ ഏവം ഹി നൃപ ഭഗവദാശ്രിത ആശ്രിത അനുഭാവഃ. ഇങ്ങനെ സൗവീരപതിഹി അപി, രഹൂഗണൻ എന്ന ആ രാജാവും സുജന സമവഗതം, സജ്ജനപ്രവരനായ ജഡഭരതനിൽ നിന്ന് അവഗതം ഗ്രഹിച്ച പരമാത്മ സതത്വഃ, പരമാത്മ തത്വത്തോടുകൂടിയവനായി ഭവിച്ച് ആത്മനി തന്നിൽ അവിദ്യ അജ്ഞാനത്താൽ അധ്യാരോപിതാം അധ്യാരോപിതമായ ദേഹ ആത്മഗതിം, ഈ ദേഹവും മനസ്സുമൊക്കെയാണ് ഞാൻ എന്ന ആ ചിന്തയെ വിസസർജ, കൈവെടിഞ്ഞു. ഹേ നൃപ, അല്ലയോ പരീക്ഷിത്തെ, ഏവം ഹി, ഇങ്ങനെയാണ് ഭഗവദാശ്രിത ആശ്രിത അനുഭാവഃ, ഭഗവാനെ ആശ്രയിക്കുന്നവരെ ആശ്രയിച്ചാലുള്ള മഹിമ ഇതാണ്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠം. അതാണ് ജഡഭരതൻ. ജഡഭരതന്റെ ആ അവസ്ഥ ഭഗവാനെ നേരിട്ട് ആശ്രയിച്ചു. ഇനി അങ്ങനെ ആശ്രയിച്ചവരെ ആശ്രയിച്ചാൽ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് മാറാം. അതാണ് സത്സംഗത്തിന്റെ മഹിമ എന്ന് ഈ രാജാവിനോട്, പരീക്ഷിത്തിനോട് പറയുകയാണ്. ഇങ്ങനെ ശുകബ്രഹ്മർഷി ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പരീക്ഷിത്ത് രാജാവ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാറായിട്ടില്ല. അങ്ങിപ്പോൾ എന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ രഘൂഗണ രാജാവിനോട് ജഡഭരതൻ പറഞ്ഞ ഈ ഭവാടവി വർണ്ണനം, അത് ശരിക്കും എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പരീക്ഷിത്ത് രാജാവ് പറയുകയാണ്. 26-ാമത്തെ ശ്ലോകം. യോഹവാ ഇഹ ബഹുവിധ മഹാഭാഗവത ത്വയാ അഭിഹിതഃ പരോക്ഷേണ വചസ ജീവലോക ഭവ അധ്വാ സ ഹി ആര്യമനീഷയാ കൽപ്പിത വിഷയോ ന അഞ്ജസ അവ്യുത്പന്ന ലോക സമധിഗമഃ അധ തത് ഏവം ഏതത് ദുരവഗമം സമവേത അനുകൽപ്പേന നിർദിശ്യതാം ഇതി. മഹാഭാഗവത, അല്ലയോ ബ്രഹ്മർഷേ, ശുകബ്രഹ്മർഷേ, ഇഹ ഇവിടെ ബഹുവിധ ത്വയ, എല്ലാ കാര്യങ്ങളും അറിയുന്ന അങ്ങയാൽ പരോക്ഷേണ വചസ, യഥാർത്ഥ വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുവല്ലോ. അങ്ങനെ അഭിഹിതഃ, അങ്ങ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, യഹ യാതൊരു
ജീവലോക ഭവ അധ്വാ, ഈ ജീവലോകത്തിൻ്റെ സംസാരമാകുന്ന വനമാർഗം, ഹവൈ അതിനെക്കുറിച്ച് സഹ ആര്യമനീഷയ, ഈ ഒരു തത്വം ഉള്ളിൽ നല്ല ബോധമുള്ള അറിവുള്ള ആൾക്ക്, നല്ല പാണ്ഡിത്യമുള്ളവർക്ക് ഒരു പക്ഷേ കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാകും. അതാണ് ആര്യമനീഷയ, നല്ല ബുദ്ധിയുള്ള, ഇത്തരത്തിലുള്ള തത്വം പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കൽപ്പിത വിഷയാഹി, കൽപ്പിതമായ വിഷയത്തോടു കൂടിയതാകുന്നു, അവർക്ക് എളുപ്പം മനസ്സിലാകുന്നതാണ് അങ്ങീ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അവ്യുത്പന്നലോക സമധിഗമഃ ന, എന്നെപ്പോലെ ഇങ്ങനെയുള്ള തത്വമൊന്നും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്ത ലോകത്തിന് സമധിഗമഃ, പിടികിട്ടാവുന്ന ഒന്ന് ന അല്ല അങ്ങ് പറഞ്ഞത്. അഥ അതുകൊണ്ട് തത് ദുരവഗമം, അങ്ങീ പറഞ്ഞ ദുരവഗമം, സാധാരണക്കാർക്ക് കേട്ടാൽ മനസ്സിലാകാത്ത ഏതത് ഏവ, അങ്ങയുടെ ഈ ഭവാടവീ വർണ്ണനം സമവേത അനുകൽപ്പേന, ഞങ്ങളെ പോലുള്ള അജ്ഞാനികൾക്ക് അർത്ഥം മനസ്സിലാകുന്ന വിധത്തിൽ നിർദ്ദിശ്യതാം, അതൊന്ന് വിശദീകരിച്ച് തന്നാലും. ഭവാടവീ വർണ്ണനം ജഡഭരതൻ പറഞ്ഞത് ഒരു പക്ഷേ രഘുഗണന് മനസ്സിലായിട്ടുണ്ടാകാം. അതിന് കാരണം ജഡഭരതൻ എന്ന ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ പരീക്ഷിത്ത് നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്, എനിക്കത് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരാമോ? ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് 13ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.